നിവിൻ പോളി അൽഫോൺസ് പുത്രൻ സിനിമയുടെ ഒഫീഷ്യൽ ലോഞ്ച് ഈ വരുന്ന 27-ാം തീയതി പത്മ തിയേറ്ററിൽ വെച്ച് നടക്കും. അന്നേ ദിവസം എല്ലാവർക്കും ഫ്രീ എൻട്രി കൂടിയായിരിക്കും. മിഡിൽ ഈസ്റ്റ് ബോക്സ് ഓഫീസിൽ ബാലൻ സിനിമയുടെ കളക്ഷൻ 5,10,00,000 ആയിട്ടുണ്ട്. കേരളത്തിൽ സിനിമയുടെ കളക്ഷൻ 6,25,00,000 സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ 14 കോടിക്ക് അടുത്തെത്താറായിട്ടുണ്ട്. ഖലീഫ സിനിമ ഇപ്പോൾ റാപ്പായിട്ടുണ്ട്. ഈ വർഷം ഓണം റിലീസായി ഓഗസ്റ്റ് 20-ന് സിനിമ തിയേറ്ററുകളിലേക്ക് എത്തും. സാമന്തയുടെ മാലിന്തി ബംഗാരം എന്ന സിനിമയുടെ 4 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ 48 കോടിയായിട്ടുണ്ട്. സ്പൈഡർമാൻ ബ്രാൻഡിനൂടെ സിനിമയുടെ ഒരു സ്പെഷ്യൽ ഫാൻ ഇവൻറ്റ് ബെർലിനിൽ കഴിഞ്ഞ ദിവസം നടന്നിരുന്നു. ആ ഒരു ഇവൻറ്റിൽ ടോം ഹോളണ്ട് ഈ ഒരു സിനിമയെ പറ്റി പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സൂപ്പർ ഹീറോ ജോണറുകളിലുള്ള മറ്റ് സിനിമകളിൽ നിന്ന് ഒരുപാട് ഡിഫറൻസ് ഉള്ള ചിത്രമാണ് സ്പൈഡർമാൻ ബ്രാൻഡിനൂടെ എന്ന സിനിമ. ഇത്തരം സിനിമകളിൽ വളരെ അപൂർവമായിട്ട് കാണാൻ കഴിയുന്ന ഹൃദയസ്പർശിയായ അനുഭവം ഇതിലുണ്ട്. ഈ ഒരു സിനിമ കംപ്ലീറ്റ് സിനിമാറ്റിക് എക്സ്പീരിയൻസ് ആയിരിക്കും. നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടാൻ തിയേറ്ററുകളിൽ നിന്ന് തന്നെ ഈ ഒരു സിനിമ കാണാൻ ശ്രമിക്കണം. സ്പൈഡർമാൻ ബ്രാൻഡ് എന്ന സിനിമയിലെ മെയിൻ വില്ലനെ ഇതുവരെ ആരും ലീക്ക് ചെയ്തിട്ടില്ലെന്നും അതും സീക്രട്ടായിട്ട് തന്നെ ഇപ്പോഴും തുടരുകയാണെന്നും ടോം ഹോളണ്ട് കൺഫേം ചെയ്തിട്ടുണ്ട്. സ്കോർപ്പിയൻ തുടങ്ങി ദി ഹാൻഡ് മുതൽ ഒരുപാട് വില്ലന്മാർ സിനിമയിലുണ്ട്. എന്നാലും ആരായിരിക്കും സ്പൈഡർമാൻ ബ്രാൻഡിനൂടെ സിനിമയിലെ മെയിൻ വില്ലൻ? സിനിമയുടെ ഡയറക്ടറായ ഡസ്റ്റിൻ ഡാനിയൽ സിനിമയെ പറ്റി പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അവൻ്റെ ആ ബബ്ലി നേച്ചർ, ജീവിതത്തിൽ ഒരുപാട് ട്രോമകളിലൂടെ കടന്നു പോകുമ്പോഴും അവൻ്റെ ഉള്ളിൽ ഇപ്പോഴും ഉള്ള ആ നിഷ്കളങ്കതയും ലവ്, ഇതിലൊക്കെയുള്ള എന്തോ ഒരു പ്രത്യേകതയുണ്ട്. എങ്ങനെ ചെയ്യണമെന്ന് കൃത്യമായി അറിയില്ലെങ്കിൽ പോലും ഒരു നല്ല മനുഷ്യനാകാൻ അവൻ കാണിക്കുന്ന ആ ഒരു ആത്മാർത്ഥതയുണ്ടല്ലോ, ആ മാസ്കിന് പിന്നിൽ എന്നെ തന്നെ സങ്കല്പിക്കാൻ എനിക്ക് വളരെ എളുപ്പമായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ കുട്ടിക്കാലത്ത് വളരെയധികം ഇഷ്ടപ്പെട്ടതും അവനെ തന്നെയായിരുന്നു. ഇപ്പോൾ ഒരു മുതിർന്ന ആളെന്ന നിലയിൽ ആ ലോകത്തേക്ക് കടന്നു ചെല്ലാൻ, എൻ്റെ കുട്ടികൾക്ക് സ്വയം തിരിച്ചറിയാൻ കഴിയുന്ന തരത്തിൽ മറ്റൊരു സിനിമ സൃഷ്ടിക്കാൻ സാധിക്കുന്നത് ശരിക്കും ഒരു ഭാഗ്യമായി ഞാൻ കരുതുന്നു. ഷാങ്-ചി സിനിമയുടെ ഡയറക്ടറാണ് ഇദ്ദേഹം. അതുകൊണ്ട് തന്നെ മാർവൽ ഫാൻസിനൊക്കെ വളരെയധികം പ്രതീക്ഷയുള്ളൊരു സിനിമ കൂടിയാണ് സ്പൈഡർമാൻ ബ്രാൻഡിനൂടെ.